ഈ വിധിന്യായത്തിന്റെ ഉള്ളറകളിലേക്ക് ചെല്ലുമ്പോൾ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുക അതുതന്നെയാണ് SIT അടിയന്തരമായി ചെയ്യേണ്ടത് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലല്ലേ കോടതി കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അങ്ങനെ തന്നെയാണ്. സിദ്ദീഖിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഹൈക്കോടതി അതിൻ്റെ വിധിന്യായത്തിൽ ഉയർത്തുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉയർത്തുന്നത് ഇങ്ങനെയാണ്: സിദ്ദീഖിനെതിരെ പ്രഥമ ദൃഷ്ട്യാ ഒരു കുറ്റം നിലനിൽക്കും, അങ്ങനെയാണ് ഹൈക്കോടതി കണ്ടെത്തുന്നത്. സിദ്ദീഖിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. മാത്രമല്ല സിദ്ദീഖ് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യമുണ്ട്. സിദ്ദീഖിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കേണ്ടതുണ്ട്. അത് ലൈംഗികക്ഷമത പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. മാത്രമല്ല ഈ സിദ്ദീഖിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം കൂടി ഹൈക്കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ലൈംഗിക അതിക്രമവും സംബന്ധിച്ച് ബലാത്സംഗം സംബന്ധിച്ച് പരാതി നൽകിയ അതിജീവിതയെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലാണ് സിദ്ദീഖിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വാദങ്ങൾ ഉയർത്തിയത്. ആ വാദങ്ങളെല്ലാം സമ്പൂർണ്ണമായി തന്നെ ഹൈക്കോടതി നിരാകരിക്കുന്നു, തള്ളുന്നു. ആ വാദങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല. മാത്രമല്ല അങ്ങനെ വാദങ്ങൾ ഉയർത്തിയ അഭിഭാഷകനെയും സിദ്ദീഖിൻ്റെ നിലപാടിനെതിരെ വാദങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം കൂടി ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനം. പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ല എന്ന വാദം അനാവശ്യമാണ് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ലൈംഗിക അതിക്രമത്തിനിരയായി എന്നത് വെച്ച് പരാതിക്കാരിയുടെ സ്വഭാവത്തെ വിലയിരുത്തരുത് എന്ന് ഹൈക്കോടതി പറയുന്നു. പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടത് എന്ന കാര്യം പറയുന്നു. വലിപ്പ ചെറുപ്പമില്ലാതെ പരാതിക്കാരി ആരാണ് എന്നതല്ല, പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടത് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ സിദ്ദീഖിൻ്റെ വാദങ്ങളെല്ലാം പരാതിക്കാരിയെ നിശബ്ദമാക്കാനുള്ള വാദങ്ങളാണ് എന്നാണ് ഹൈക്കോടതിയുടെ മറ്റൊരു ഗൗരവതരമായ വിലയിരുത്തൽ. സുജയ, അതായത് പരാതിക്കാരിയെ ഇങ്ങനെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് നിശബ്ദയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് അതേ ആശങ്ക തന്നെയാണ് കോടതി എന്ന് പറഞ്ഞ അതേ ആശങ്ക തന്നെയാണല്ലോ ശ്യാം ദേവരാജ് പരാതിക്കാരിക്കുമുള്ളത്. സായ്കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സായ്കുമാർ, പരാതിക്കാരിയുടെ ആശങ്കകൾ അത് കോടതി കണക്കിലെടുക്കുന്നു എന്ന് വേണ്ടേ ഇന്നത്തെ വിധിപ്പകർപ്പ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്? സുജയ, തീർച്ചയായും പരാതിക്കാരിയുടെ ആശങ്കകൾ അതീവ ഗൗരവത്തോടെ തന്നെ കോടതി പരിഗണിച്ചു എന്ന് വേണം ഇന്നത്തെ വിധിപ്പകർപ്പ് വായിക്കുമ്പോഴും കോടതി പറഞ്ഞ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാരണവശാലും പരാതിക്കാരിയെ അധിക്ഷേപിക്കുന്നത്, അവരുടെ മനോവീര്യം തകർക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് വളരെ കൃത്യമായി ഇന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊരു പരാതി ഉയർന്നു വന്ന ഘട്ടത്തിലെല്ലാം അതിരൂക്ഷമായ സൈബർ ആക്രമണം അടക്കം ഈ പരാതിക്കാരി നേരിടേണ്ടി വന്നിരുന്നു. അതവർ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. സിദ്ദിഖടക്കം ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വാദം വർഷങ്ങൾക്ക് മുൻപ് നടന്നു എന്ന് പറയുന്ന ഈ സംഭവം എന്തുകൊണ്ട് പരാതിയായി വരാൻ ഇത്രയധികം വർഷം കഴിഞ്ഞു എന്നാണ്. അതിനും കൃത്യമായിട്ടുള്ളൊരു മറുപടി ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. പരാതി നൽകാൻ കാലതാമസം ഉണ്ടായി എന്നുള്ളത് ഒരു പരാതിയുമായോ നിയമ നടപടിയുമായോ മുന്നോട്ട് പോകുന്നതിന് ഒരു തരത്തിലും തടസ്സമല്ല എന്നുള്ളത് ഈ വിധിപ്പകർപ്പിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ കോടതി നിസ്സംശയം എടുത്തു പറയുന്നുണ്ട്. അത് സുജയ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇനി വരാനിരിക്കുന്ന നിയമ നടപടികളിലെല്ലാം പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനുശേഷം സധൈര്യം മുൻപ് ഉണ്ടായ മോശം അനുഭവങ്ങൾ തുറന്നു പറയുന്നവർക്ക് സിനിമാ മേഖലയിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നുമൊക്കെ കേൾക്കേണ്ടി വരുന്ന ഒരു ചോദ്യം, ഇത്ര നാൾ എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവരോട് ചോദിക്കേണ്ടതില്ല. അങ്ങനെ അവർ പരാതി നൽകാൻ വൈകി എന്നുള്ളത് ഒരു കാരണവശാലും അവരെ കുറ്റം പറയേണ്ടതില്ല. നിയമപരിരക്ഷ അവർക്ക് ലഭിക്കാതിരിക്കുന്നതിനുള്ള ഒരു കാരണവുമല്ലാതെ എന്ന് കോടതി പറയുകയാണ്. പരാതി വൈകുന്നതിൽ അല്ല, ഈ നൽകിയ പരാതികളിൽ എന്ത് തെളിവുകൾ ശേഖരിക്കപ്പെട്ടു അത് കൃത്യമായി തന്നെ പരിശോധിച്ചായിരിക്കും നടപടികളുമായി മുന്നോട്ട് പോവുക എന്ന് ഇന്ന് കോടതി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ സിദ്ദിഖിന് ഇന്ന് തിരിച്ചടിയായതും അതുതന്നെയാണ്. 2016 നടന്ന ഒരു സംഭവമാണ്. 2019 ഈ നടി തന്നെ സമൂഹ മാധ്യമത്തിലൂടെ തനിക്ക് നേരിട്ട അനുഭവങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് കുറേ കൂടി ഗൗരവമായ കാര്യങ്ങളാണ് ഇപ്പോൾ പരാതിയായി രേഖാമൂലം കൊടുക്കുകയും അതിലാണ് ഇപ്പോൾ അന്വേഷണം നേരിടുകയും ചെയ്തത്. അന്ന് സമൂഹ മാധ്യമത്തിലൂടെ തുറന്നു പറഞ്ഞപ്പോൾ തന്നെ തനിക്ക് മോശം അനുഭവമുണ്ടായി. സിനിമാ മേഖലയിൽ അത്രയും ശക്തനായ ഒരാൾക്കെതിരെയാണ് താനെന്ന് സംസാരിച്ചത്. അതുകൊണ്ട് സിനിമാ മേഖലയിലേക്ക് പിന്നീട് തനിക്ക് ഒരവസരവും ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ അധിക്ഷേപിക്കപ്പെട്ടു. അപ്പോൾ
അപ്പോൾ അതൊക്കെ കൊണ്ടാണ് താൻ പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ സധൈര്യം ഇങ്ങനെ ഒരു കമ്മിറ്റി വരുന്നു, കുറേയധികം ആളുകൾ തങ്ങൾ നേരിട്ട അനുഭവങ്ങൾ തുറന്നു പറയുന്നു, അത് കേൾക്കാൻ ഒരു സംവിധാനമുണ്ട് എന്ന് ഉറപ്പായ സമയത്താണ് പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്നാണ് പരാതിക്കാരി പറയുന്നത്. പക്ഷേ ഇപ്പോൾ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പോലും അവർ ചില അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്, ചില പരാതികൾ പറയുന്നുണ്ട്. അതും അവർ രേഖാമൂലം DGPയുടെ മുന്നിലേക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വളരെ നിർണായകമാണ് സുജയ. അതായത് ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള 10ഓളം തെളിവുകൾ, അതിൽ കൃത്യമായി സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അത്രമേൽ ഗൗരവതരമാണ് അവിടെ ശേഖരിക്കപ്പെട്ട തെളിവുകൾ. ആ സാഹചര്യ തെളിവുകളെല്ലാം സിദ്ദിഖിനെതിരായിട്ടുള്ളതാണ്. പക്ഷേ ഇത്രയധികം തെളിവുകൾ കിട്ടിയിട്ടും എന്തുകൊണ്ട് സിദ്ദിഖ് അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം തള്ളിയ ശേഷം സിദ്ദിഖ് എവിടെ എന്നുള്ളതിൽ ഇപ്പോൾ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ചോദ്യം. ഇങ്ങനെ ഒരു വിധി ഇന്ന് വരും എന്നറിഞ്ഞിട്ടും സിദ്ദിഖിൻ്റെ നീക്കങ്ങൾ എന്തുകൊണ്ട് പോലീസ് നിരീക്ഷിച്ചില്ല? ഈ വിധി വന്നതിന് ശേഷം നാട് നീളെ പായുന്നതല്ലാതെ എന്തുകൊണ്ട് കൃത്യമായി സിദ്ദിഖിനെ ലൊക്കേറ്റ് ചെയ്യുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു എന്നുള്ള വിമർശനം കൂടി ഇപ്പോൾ ഈ പരാതിക്കാരിയുടെ അഭിഭാഷകരിൽ നിന്ന് പോലും ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ഈ ഒരു കോടതി ഉത്തരവിന്റെ ഉള്ളറകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ് സിദ്ദിഖിന് നേരിട്ടിരിക്കുന്ന ഈ ഒരു തിരിച്ചടി, അത് സർക്കാരിന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലക്കാലം വെളിച്ചം കാണാതെ വെച്ചിരുന്നതിനുള്ള വിമർശനം കൂടി വീണ്ടും വരികയാണ് കോടതിയിൽ നിന്ന് എന്നുള്ളത് കൂടി ബോധ്യപ്പെടുന്നത്.